നല്ല വചനം പേജിലൂടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകിയിട്ടുള്ള ആത്മരക്ഷ അത് യാതൊരു പ്രകാരത്തിലും നഷ്ടമാകുന്ന അല്ല, നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്ന വചനഭാഗങ്ങളും രക്ഷാനഷ്ടത്തെക്കുറിച്ചല്ല, മറിച്ച് ജീവിത നഷ്ടത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നും വിശുദ്ധ തിരുവെഴുത്തുകളെ ആധാരമാക്കി നാം പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ പഠന പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡാണ് ഇന്ന് ഇവിടെ ഞാൻ കൈകാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. ഇതുവരെ നമ്മൾ കൊലോസ്യ ലേഖനം വരെയുള്ള ഭാഗങ്ങളെ ആ നിലയിൽ വളരെ വ്യക്തമായ നിലയിൽ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ഇടയ ലേഖനങ്ങളിൽ രക്ഷാനഷ്ട സാധ്യതയായി സൂചിപ്പിക്കപ്പെടുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വേദഭാഗം ഇവിടെ വിവരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ പഠനത്തിന് ആധാരമായി തെരഞ്ഞെടുത്തിട്ടുള്ളത് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണ്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ ജീവിക്കുന്നു എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ആ വാക്യാംശം വായിച്ചിട്ട് ഇവിടെ പറയപ്പെടുന്നത് ആത്മരക്ഷയെക്കുറിച്ചാണ് എന്ന് തെറ്റായി ധരിച്ചിട്ടുള്ള ചുരുക്കം ചില വിശ്വാസികളെങ്കിലും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വചനഭാഗത്തിന്റെ പശ്ചാത്തലം എന്താണെന്ന് പ്രാരംഭമായി ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഈ വചനഭാഗത്തിന്റെ പശ്ചാത്തലം? 2-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: സ്ത്രീകൾ എപ്രകാരമാണ് തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത്, സ്ത്രീകൾ എപ്രകാരമാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ സഭയിൽ വിവേകത്തോടെ പെരുമാറേണ്ടത് അല്ലെങ്കിൽ അപ്പിയർ ചെയ്യേണ്ടത് എന്നുള്ള വിഷയമാണ് തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം, അതുകൊണ്ട് സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. ഒരു ക്രിസ്തീയ വിശ്വാസിനിയായ സഹോദരി എങ്ങനെയാണ് അവളുടെ വസ്ത്രധാരണവും മറ്റുള്ളവരുടെ മുമ്പാകെ അവളുടെ അപ്പിയറൻസും സൂക്ഷിക്കേണ്ടത് എന്നുള്ളതിന്റെ സാരോപദേശം പരിശുദ്ധാത്മാവിൽ നൽകിയാണ് അപ്പോസ്തലനായ പൗലോസ്. അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അപ്പൊ ഈ വചനഭാഗം ഒരു കമ്പാരിഷനാണ്. ഇവിടെ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അക്ഷരിക വ്യാഖ്യാനം ചില ഭാഗങ്ങൾ സ്വീകരിച്ചിട്ട് കടുംപിടുത്തത്തിൽ ജീവിക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട്. യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ വളരെ കർക്കശത്തിലൂടെ, അതായത് ഇന്നിന്ന നിലയിൽ മാത്രമേ ആകാവൂ എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കാർക്കശ്യത പുലർത്തി സഹോദരി സഹോദരന്മാരുടെ ജീവിത സ്വാതന്ത്ര്യത്തെ വരിഞ്ഞു മുറുക്കുന്ന ചില ഈ കഠിനന്മാരായ ഉപദേശകന്മാരുണ്ട്. ഇവിടെ അപ്പോസ്തലൻ ഒരു ജനറൽ നോം പറയുകയാണ്, എങ്ങനെയാണ് ഒരു ക്രിസ്തീയ വിശ്വാസിനി അവളുടെ വസ്ത്രധാരണത്തിലും പ്രത്യക്ഷതയിലും മറ്റുള്ളവർ മുമ്പാകെ ആയിരിക്കേണ്ടത്. അതേക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, ഈ പറയപ്പെടുന്ന നിലയിൽ, ഏത് നിലയിൽ? അപ്പോസ്തലൻ പറയുന്നു, അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിക്കണം, ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ തന്നെ അലങ്കരിക്കണം. ഇനി അടുത്തത്, പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവകൊണ്ടല്ല ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാവണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ സ്ത്രീ മുടി പിന്നാൻ പാടില്ല, സ്ത്രീയെ പൊന്ന്, മുത്ത് മുതലായ വിലയേറിയ വസ്ത്രം ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കർക്കശമായ ഒരു വിലക്കല്ല ഈ വാക്യത്തിൽ പറയുന്നത്. ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത് എന്നാണ്. ഏതിനാണ്? അവിടെ പറയുകയാണ്, അവിടെ വിശുദ്ധന്മാർക്ക് ഉചിതമാവണ്ണം, അല്ലെങ്കിൽ ദൈവഭക്തിയെ സ്വീകരിക്കുന്ന ആളുകളൊക്കെ ഉചിതമാവണ്ണം സൽപ്രവൃത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. ക്രിസ്തീയ വിശ്വാസികളുടെ പരമപ്രധാനമായ അലങ്കാരം അവരുടെ ജീവിതത്തിന്റെ സൽപ്രവൃത്തികളായിരിക്കണം. അല്ലാതെ ഈ പറയപ്പെട്ട പിന്നിയം പൊടി, മുത്ത്, പൊന്ന്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ലെന്ന് പറഞ്ഞാൽ ഇതൊരെണ്ണം പോലും തൊടാൻ പാടില്ല,
വിലപ്പെട്ട വസ്ത്രങ്ങളൊന്നും അവർ ധരിക്കാൻ പാടില്ല. ഇപ്പോഴും പണ്ട് കാലത്തെ സ്വാതന്ത്ര്യ കാലഘട്ടത്തിലെ പോലെ ഈ ചർക്കയിൽ ഉണ്ടാക്കിയ ചണവസ്ത്രമായിരിക്കണം അവർ ധരിക്കേണ്ടത്. അവരുടെ മുടി പിന്നാൻ പാടില്ല. ഇങ്ങനെയുള്ള കാർക്കശ്യങ്ങളല്ല അവിടുത്തെ വിഷയം. എന്താണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? ദൈവഭക്തിയുള്ള സ്ത്രീകൾ എന്ത് ചെയ്യണം? അവര് ലജ്ജാശീലത്തോടെ യോഗ്യമായ വസ്ത്രം ധരിക്കണം. 2, അവർക്ക് സുബോധമുണ്ടായിരിക്കണം. അവരുടെ അലങ്കാരത്തിന്റെ പ്രാധാന്യത ബാഹ്യമായ കാര്യങ്ങൾ അല്ല, ആന്തരികമായ കാര്യങ്ങളാണ്. അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യന്റെ പ്രായോഗികതയാണ് അവരെ സംബന്ധിച്ച് പറയുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറയാണ്, അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? താഴോട്ട് പിന്നെയും പറയുന്നു, സ്ത്രീയെ മൗനമായിരുന്ന് പൂർണ്ണ അനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. മൗനമായിരിക്കാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന് മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. സ്ത്രീകൾക്ക് ദൈവസഭയിലുള്ള ശുശ്രൂഷയുടെ പരിമിതി എന്താണ്, അല്ലെങ്കിൽ അവർക്ക് എവിടെയാണ് സ്വാതന്ത്ര്യമുള്ളത്, അതുകൂടെ പറഞ്ഞു. മൗനമായിരിക്കുക എന്ന് പറഞ്ഞാൽ അവർ വായ സ്റ്റിച്ചിട്ട് ഇരിക്കുക എന്നല്ല, വായിൽ തുണി ചുരുട്ടിക്കൂട്ടി മിണ്ടാൻ പാടില്ലാതെ ഇരിക്കുക എന്നല്ല. പിന്നെ എങ്ങനെയാണ്? അവര് ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്താനോ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ദൈവസഭയിലെ ഭരണപരമായ കാര്യങ്ങൾ, പുരുഷൻ സന്നിഹിതനായിരിക്കുമ്പോൾ അവനെ ഉപദേശിക്കുന്ന കാര്യങ്ങൾ ഇത്യാദികളിൽ നിന്ന് സ്ത്രീയെ ഒഴിഞ്ഞിരിക്കണം എന്ന് കൽപ്പിച്ച ശേഷം അതിനൊരു ദൃഷ്ടാന്തം പറഞ്ഞു. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ്വ. എന്നാൽ വഞ്ചിക്കപ്പെട്ട ലംഘനത്തിലകപ്പെട്ടത് ആദാമല്ല, സ്ത്രീയത്രേ. ആദാമല്ല, സ്ത്രീയത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയിലേക്ക് നൂണുകടക്കാൻ സാധ്യതയുള്ള പല വിപരീത ഉപദേശങ്ങളും പല തെറ്റുകൾക്കും നേതൃത്വം നൽകാൻ സാധ്യതയുള്ളത് സ്ത്രീകളിലൂടെയാണ്. പിശാച് അങ്ങനെ പ്രവർത്തിക്കാറുണ്ട്. കാര്യം സ്ത്രീയെ പെട്ടെന്ന് ഈ പിശാചിന്റെ തന്റെ ആലോചനയിലേക്ക് വശീകരിക്കാൻ കഴിയും എന്നുള്ളൊരു തെളിവാണ് ഹവ്വായെ ഈ പഴം കാണിച്ച് പ്രലോഭനമുണ്ടാക്കിയത്. ബൈബിൾ ചരിത്രത്തിൽ, വിശേഷാൽ സഭാചരിത്രത്തിൽ വചനവിരുദ്ധമായിരുന്ന പല സംഘടനകളുടെയും പല സഭാവിഭാഗങ്ങളുടെയും സ്ഥാപനത്തിനും അതിന്റെ വ്യാപനത്തിനും കാരണമായി ഭവിച്ചിട്ടുള്ളത് പുരുഷന്മാരല്ല, സ്ത്രീകളാണ്. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളണം. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ്, അതുപോലെയുള്ള ഈ കരിസ്മാറ്റിക് മൂവ്മെന്റ്, ഇങ്ങനെയുള്ള പലതിന്റെയും പിറകിൽ വ്യാപരിച്ചിട്ടുള്ളത് സ്ത്രീകള് അവരുടെ ലീഡർഷിപ്പാണ്. അതുകൊണ്ട് സ്ത്രീയെ ആത്മീക ശുശ്രൂഷകളിൽ ലീഡർഷിപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു റെസ്ട്രിക്ഷൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരമായി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, എന്നാൽ ഒരു കണ്ടീഷനാണ്, വിശ്വാസത്താലും സ്നേഹത്താലും വിശുദ്ധീകരണത്താലും സുബോധത്തോടെ പാർക്കുന്നുവെങ്കിൽ അവൾ എന്ത് ചെയ്യും? മക്കളെ പ്രസവിച്ച് അവരാൽ സംരക്ഷിക്കപ്പെടും എന്നാണ് ഗ്രീക്കിലെ ശരിയായ തർജ്ജമ. അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും എന്നതിനേക്കാൾ അവൾ വിശ്വാസത്തിലും അനുസരണത്തിലും സുബോധത്തിലും പാർക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യും? അവൾ മക്കളെ പ്രസവിച്ച് സംരക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ധാരാളം ആത്മീക മക്കൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് അവൾ മുഖാന്തരമായി സുബോധത്തോടുകൂടിയ വിവേകത്തോടുകൂടിയ അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യനായ അകത്തെ മനുഷ്യന്റെ സൽപ്രവൃത്തികളാൽ അവൾ തന്നെ തന്നെ അലങ്കരിക്കുകയും മറ്റുള്ളവർക്ക് ദൃഷ്ടാന്ത വനിതയായി ഇരിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തുകയും ക്രിസ്തീയമായ സൗമ്യതയും ശാന്തതയും പാലിക്കുകയും ചെയ്യാൽ അനേകരെ കർത്താവിലേക്കുള്ള രക്ഷയിലേക്ക് അനയിക്കുവാനും അനേക ആത്മീക മക്കളെ പ്രസവിക്കുന്ന അല്ലെങ്കിൽ അനേക പാപികളെ രക്ഷയിലേക്ക് നടത്തുന്ന ഒരമ്മയായി തീരാനായിട്ട് അവൾക്ക് സാധിക്കുകയും ചെയ്യും. എത്രയോ സഭാചരിത്രത്തിൽ അനേക ആയിരക്കണക്കിന് ആത്മാക്കളുടെ രക്ഷയ്ക്ക് ദൈവം മുഖാന്തരമായി ഉപയോഗിച്ച വനിതകളുണ്ട്. അവര് തങ്ങളുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന്റെ വിശുദ്ധി, ലക്ഷ്യബോധം, സുബോധശീലത്വം, ദൈവസ്നേഹം, ലജ്ജാശീലത, യോഗ്യമായ വസ്ത്രധാരണം, അവരുടെ ആത്മീക പ്രകടന പത്രിക എന്നിവയാൽ തങ്ങളിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരികയും അവർ മുഖാന്തരമായി കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാൻ അനേക ആളുകൾക്ക് ഇടയാക്കി ചെയ്തിട്ടുണ്ട്. ലോക ചരിത്രം സൃഷ്ടിച്ച ബൈബിളിലെ 100 വനിതകൾ എന്ന് പറയുന്ന പുസ്തകം എന്തെങ്കിലുമുണ്ട്. ഒരു വെസ്റ്റേൺ സായിപ്പ് എഴുതിയാണ് ബൈബിളിൽ ചരിത്രം സൃഷ്ടിച്ച ബൈബിൾ ചരിത്രത്തിലെ 100 വനിതകൾ. വളരെ മനോഹരമായ ചരിത്രം സൃഷ്ടിച്ച ആളുകളാണ്. അവരുടെ ജീവപുസ്തകത്തിൽ പേരുള്ളവരാണ്.
കർത്താവിന്റെ വേലയിൽ ഉത്സുകരായിരുന്നു. അനേകർക്ക് സുവിശേഷവും സുവിശേഷത്താലുള്ള വീണ്ടും അനുഭവവും നൽകുവാൻ മാത്രം പ്രസക്തമായി പ്രവർത്തിച്ചവരാണ്. അവർ ദൈവസ്ഥനിൽ മാന്യരായിരുന്നു. അവരെക്കുറിച്ചുള്ള ചരിത്ര സംക്ഷിപ്തമാണ്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് ആത്മരക്ഷയെക്കുറിക്കുന്നതേ അല്ല, ജീവിതരക്ഷയെക്കുറിച്ചാണ്. പ്രത്യേകം മനസ്സിലാക്കുക. അവരുടെ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ തന്റെ വചനം നൽകുന്ന അധികാരത്തിന്റെ പരിധിയിൽ അവൾ സുബോധത്തോടും വിവേകത്തോടും കൂടെ അവള് പെരുമാറുകയും ജീവിക്കുകയും ചെയ്യുമ്പോൾ അവൾ മുഖാന്തരമായി ഒരുപാട് ആത്മീക മക്കൾ അവൾക്കുണ്ടാവുകയും അവരാൽ അവൾ സംരക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്. സഭാചരിത്രത്തിൽ തന്നെ കാലാകാലങ്ങളിലായി അപ്രകാരം തങ്ങൾ വീണ്ടും ജനനത്തിലേക്ക് നയിച്ച ആത്മീക മക്കളെ കൊണ്ട് സംരക്ഷിക്കപ്പെട്ട എത്രയോ അമ്മമാരെ സംബന്ധിച്ച് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എവിടെയെങ്കിലും ബൈബിളിലെ ഒരു വാക്യം വായിച്ചിട്ട് അതിന്റെ മുമ്പും പിമ്പുമുള്ള വാക്യാംശങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ രക്ഷാനക്ഷത്തെയാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വചനവിരുദ്ധമായ പ്രകടന പത്രികയാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അപ്പം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ആ കാര്യം വളരെ സ്പഷ്ടതയോടുകൂടെ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വാക്യാംശം ഒരു നിലയിലും ഈ ഭൗതിക മക്കളെ സമ്പാദിക്കുന്ന കാര്യമോ മക്കളെ പ്രസവിക്കുന്നുണ്ട് ഒരാൾക്ക് ആത്മരക്ഷ ലഭിക്കുമെന്നോ രക്ഷ നഷ്ടപ്പെടുമെന്നോ പറയുന്ന വാക്യമല്ല എന്നുള്ളത് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പഠനം ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.